ഇതുവരെ ഞങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഇന്ന് തുടങ്ങാൻ നല്ല ദിവസമാണ്. എല്ലാവരും വിഷ്ണു സഹസ്രനാമം ജപിക്കണം. ഭഗവാൻ കൃഷ്ണന്റെ ക്ഷേത്രത്തിനടുത്തുള്ളവർക്കൊക്കെ വിഷ്ണു സഹസ്രനാമമൊക്കെ കാണാതെ അറിയാവുന്നതാണ് പൊതുവെ. അപ്പൊ ആർക്കെങ്കിലും വിഷ്ണു സഹസ്രനാമത്തിന്റെ പുസ്തകം വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട്. ആ വിഷ്ണു സഹസ്രനാമത്തിന്റെ പുസ്തകം എടുത്ത് അത് വായിക്കാം. വിഷ്ണു സഹസ്രനാമം ജപം നമുക്ക് സമാരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ഠുച്ഛന്ദ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന്നാരായണോ ദേവതാം. ഓം ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. സകിരീടകുണ്ടലം സ്വരീതവസ്ത്രം സരസീരുവേക്ഷണം സഹാരവക്ഷസ്ഥലശോഭിവസ്തു നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായ ദക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിലവക്ഷസം തുരുമിണി സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വസ്മൈ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതവൃദ്ഭൂതവൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയപുരുഷഃ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവ ച യോഗോ യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹബഹു ശ്രീമാൻ കേശവഃ പുരുഷോത്തമഃ സർവശർവശിവസ്ഥാണോ ഭൂതാദിനിതരവ്യ സമഭോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയം ഭൂശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസുന അനാദിതനോ ഭാദാദിധാതാദാതരുത്തമ അപ്രമേയോ ഋഷികേശ പവനാഭോ അജരപ്രഭു വിശ്വകർമാ മനുസ്പഷ്ടസ്ഥവിഷ്ടസ്ഥലിരധുര അഗ്രഹീശാശ്വതകൃഷ്ണോ ലോകിതാക്ഷപ്രദബ്ധന പ്രഭൂതസ്ത്രയുഗ്ധാമ പവിത്രം മംഗളം പരം ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠശ്വേത പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമി ധന്വി മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞ ഹൃദയാത്മവ സുരേശ ശരണം ശർമ്മ വിശ്വവേദ പ്രജാഭവ അകസംവത്സരോ വ്യാള പ്രത്യയ സർവദർശന അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപിരമേയത്മ സർവയോഗ വിനിസൃത വസുർവസ്മന സത്യ സമാത്മാ സംവേദ സമ അമോഘ പുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി രുദ്രോ വിശാദിപ്രോ വിഷയോനീശ്വരീശ്വരവാ അമൃതശാശ്വതസ്ഥാണോ വരാരോഹോ മഹാതവാ സർവഗണ സർവ
വിദ്വാനുർവിഷക്സേനോ യാതന വേദോ വേദയർവെങ്കോ വേദാംഗോ വേദവിത്കവി യോഗാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദംശ ചതുർഭുജം പ്രാവജിഷ്ണുർഭോജനം ഭോക്ത സഹിഷ്ണുർജഗദാദിജ അനഭോ വിജയോ ജേത വിഷയോനി പുനർവസു ഉപേലോകാനനം പ്രാംശുനമോഹ ശുചിരൂർജിത അതീതര സംഗ്രഹ സർഗോ ദുരാത്മാ നിയമോ യമ വേദ്യോ വൈദ്യ സദാ യോഗി വീരഹ മാധവോ മധു അതീര്യോ മഹാമായോ അഹുസാഹോ മഹാബല മഹാബുദ്ധയോ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി അനിർദേശ ബഹു ശ്രീമാൻ അമേയാത്മാ മഹാതിരക് മഹേശാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിന്ദാംപതി മണീകീർത്തമനോ ഹംസ സുവർണോ ഭുജഗോതമ ഹിരണ്യനാഭ സുതഭ പത്മനാഭ പ്രജാപതി അമർത്യ സർവദൃക് സിംഹ സന്ധാത സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണ ശാസ്ത്ര വിശ്രുതാത്മാ സുരാരിക ഗുരു ഗുരുതമോധാമ സത്യ സത്യ പരാക്രമ നിമിഷോ നിമിഷസ്രഗ്ഗേ വാചസ്പതി അഗ്രനേത്രാമണി ശ്രീമാന്യായോ നേതാ സമീരണ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ ആഭാവനോ നിരത്താത്മാ സംവൃത സംപ്രവർദ്ധന അഹക സംവർദ്ധ ഗോവന്യേ അജോ ധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വഭുഗ്വിഭു സതർക്കാ സതർക്കാ നാരായണോ നര അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട ശിഷ്ട വിചുരി സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ സിദ്ധിത സിദ്ധി സാധന വൃഷാകി വൃഷഭോ വിഷ്ണു വൃഷഭർവ വൃഷോധര വർദ്ധമാനശ്ച വിവിക്ത ശ്രുതി സാഗര സുസുരയോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുദോ വസു നൈകർഭോ രുദ്രൂപ ശിവിഷ്ട പ്രകാശന ഓരജ തേജോ ദിദിധര പ്രകാശാത്മാ പ്രതാപന ക്ഷരോ മന്ത്ര ചന്ദ്രാംശുർ ഭാസ്കരദ്യുതി അമൃതാംശു ഭഗോ ഭാനു ശശമിന്ദ സുരേശ്വര ഔഷധം ജഗദസ്സേതോ സത്യധർമ്മ പരാക്രമ ഭൂതനാഥ പവന പാവനാനര കാമ കാമകർത്താന്ത കാമ കാമപ്രദ പ്രഭു യുഗാദികർത്തോ നൈകമായോ മഹാശന ആദർശോ വിക്രൂപശ്ച സഹസ്രജിതനന്ദജിത് വിശ്വോ അവശിഷ്ട ശിഷ്ടേഷ്ട ശിഖണ്ഡീ നക്ഷോ വൃഷ ക്രോധ ക്രോധകർത്ത വിശ്വബാഹുർമഗീധര അനചുത പ്രതിത പ്രാണ പ്രാണദോ വാസവാനുജ അപാഹിത അധിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിത സകല സന്തതോ വരദോ വായുവാഹന വാസുദേവോ പ്രഗദ്ഭാനു ആദിദേവ പുരന്ദര അശോകസ്ഥാരണസ്ഥാര ശൂര ശൗര്യജനേശ്വര അനുകൂല ശതാവർത്ത പത്മീ പത്മനിരീക്ഷണ പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭ മഹാർദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ ആതുരശരഭോ ഭീമ സമയജ്ഞോ ഹരിഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ജയ വിഭീഷണരോഹിതോ മാർഗോ വേദോ ദാമോദരസ മഹിഭോ വേഗമാനവിദാശന ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഗനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനതോത്രുവ പരർത്ഥി പരമസ്പഷ്ട തുഷ്ട പുഷ്ട ശുഭേക്ഷണ വ്യാഹോ വ്യാഹോ വേദോ മാർഗോ നേയോ നയോനയ വീരശക്തിമദംശവിഭോ ധർമ്മോ ധർമ്മവിരുദ്ധമ വൈവൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണത പ്രണവ പ്രധു ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപ്തോ വായുവലോക്ഷന ഋതുസർശനകാല പരമേശ്വരി പരിഗ്രഹ ഉഗ്ര സംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ വിസ്താരസ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അനധോ അനധോ മഹാകോശോ മഹാഭോഗോ മഹാധന അന്യഭിന്നസ്തവിഷ്ടോ അഭൂധർമ്മയോ മഹാമക നക്ഷത്രനീവ്യ നക്ഷത്രേക്ഷമക്ഷാമ സമീഹന യജ്ഞോ മഹേജ കടുസത്രം സദാഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമ സൂക്ഷ്മ സുഘോഷ സുഭദ സുവർണ മനോഹരോ വിദക്രോധോ വീരബാഹുർവിദാരണ സ്വാന സ്വശോര്യാഭി നൈകാത്മാ നൈക കർമ്മകൾ വത്സരോ വത്സരോ വത്സേ രത്നഗർഭോധനേശ്വര ധർമ്മേ സദക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശോ വിധാതാകൃതലക്ഷണ ഗതമശ്രേണി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃത്ഗുരു ഉത്തരോ ഗോപതിഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂത ഭൃഗോപ്ത കവീന്ദ്രോ ഭൂരിദക്ഷിണ സോമഭോമതപ സോമ പുരുജിത് പുരുസത്തമ വിനയോ ജയ സത്യസന്തോ ദാശാർഘ സത്വദാമ്പതി ജീവോ വിനയിത സാക്ഷി മുകുന്ദോ അമിത വിക്രമ
അംബോധിതനന്ദാത്മാ മഹോദതിശയന്തക അജോ മഹാർഗ സ്വഭാവയോജിത മിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദൻ സത്യധർമ്മ ത്രിവിക്രമ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ശ്രീപദശ്രീദശോ മഹാശൃംഗ കൃതാന്തക മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി ഉഭ്യോ ഗഭീരോ ഗരുഡോ ഉദ്ധചക്രഗദാധര വേദസാഗോ കൃഷ്ണോ ദൃഢ സംഘർഷണാച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനാഃ ഭഗവാൻ ഭഗവാനന്ദി വനമാലി ഹലാലിധ ആദിത്യോജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്രമ സുരന്വാഖണ്ഡ പരശുദാരുണോ ത്രിവിണപ്രദ ദിവസൃ സർവദിവ്യാസോ വാചസ്പതിരയോനിജ പ്രസാദസാഗരസാമ നിർവാണം ഭേഷജം വിഷക് സന്യാസകരിശനവശാന്തോ നിഷ്ഠാ ശാന്തിപരായണ ശുഭാംഗ ശാന്തിദ സൃഷ്ട കുമുദ കുവലേശയ ഗോപിയോ ഗോപതിർഗോപ്ത വൃഷഭാഷോ വൃഷപ്രിയ അനിവർത്തി നിവർത്താത്മാ സംക്ഷിപ്ത ക്ഷേമഗരിശിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമദാംബര ശ്രീരശീഷ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാലോകത്രയാശ്രയ സ്വച്ഛ സംഘർഷദാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി സംശയ ഉദീർണ സർവദക്ഷുരനീശ ശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോക ശോകനാശന അർദ്ധേഷ്മാനർജിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രതിജ്ഞോ വിതരിക്രമ കാലനേമിഹാവീര ശൗരി ശൂരജനേശ്വര ലോകാത്മാ ത്രിലോകേശ കേശവ കേശികാഹരി കാമദേവ കാമപാല കാമി കാന്തകൃതാഗമ അനിർദ്ദേശോ പുർവിഷ്ണു വീരോ അനന്തോ ധനഞ്ജയ ബ്രഹ്മണ്യോ ബ്രഹ്മകൻ ബ്രഹ്മ 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 വിവർധന ബ്രഹ്മവി ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാരമോ മഹാകർമ്മ മഹാതേജ മഹോരക മഹാഹൃദ മഹായജ്ഞോ മഹായജ്ഞോ മഹാഹരി സതവ്യ സർവപ്രിയ സ്തോത്രം ശ്രുതി സോദാരണ പ്രിയ പൂർണ്ണ പൂരൈത പുണ്യ പുണ്യകീർത്തിനാമയ മനോജവസ്ഥിതകരോ വസുപ്രദ വസുസ്വരോ വാസുദേവോ വസുരസ്മനാഭവി സത്കൃതി സത്കൃതി സത്ത സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുന ഭൂതാവാസോ വാസുദേവ സർവാസു നിരേവനല ദർഭദോ ദൃപ്തോ ദുർധരോധരാജിത വിശ്വമൂർത്തേ മഹാമൂർത്തേ ദീപ്തമൂർത്തേ നമൂർത്തിമാൻ അനേകമൂർത്തി നവേക്ത ശതമൂർത്തിഷ്ടദാനന ഏകോനൈക സവക്കീയതത്പദമനുത്തമം ലോകബന്ധോ ലോകനാഥോ മാധവോ ഭദ്രവത്സര സുവർണവർണോ ഹേമാംഗോ വരാംഗചന്ദനാംഗതി വീരകാഭിഷമശൂന്യോ ഗദാശീലജലശല അമാനി മാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകത് സുമേധമേധലോധന്യ സത്യമേധാധരാധര തേജോ വിശോ നിധിധര സർവശസ്ത്രപ്രതാമര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജന ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിവേകഭാവ സമാരംഭോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിക ശുഭാംഗോ ലോകസാരംഗ സുഗന്ധസ്തന്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ ഉത്ഭവ സുന്ദര സുന്ദോ രത്നനാഭസുലോചന അർക്കോ വാജശൃംഗേ ജയന്ത സർവവിജയേ സുവർണ ബിന്ദു രക്ഷോഭ്യ സർവഭാഗീശ്വരേശ്വര മഹാരഥോ മഹാരഥോ മഹാഭൂതോ മഹാദിതി കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോനല അമൃതാശോ അമൃതോ സർവജ്ഞ സർവതോഭ സുലഭ സുഹൃത സിദ്ധ ശത്രുജി ശത്രുദാഭന നൈരോധോ ദുംബരോ ജ്ഞാനൂരാന്തരശോധന സകലസാധി സപ്തയുഗ സപ്തൈത സപ്തവാഹന അമൂർത്തിന ഗോവിന്ദ്യോ ഭയകൃത്ഭയനാശന ഗുണോമകാൻ സ്വാസ്യ പ്രാഗ്വാംശോ വംശവർദ്ധന ഭാരവൃത്തോ യോഗി യോഗീശ സർവകാമത ആശ്രമ ശ്രവണക്ഷാമ സുവർണോ വായുവാഹന ധർമ്മേദോ ദണ്ഡോ ദമൈദാദമ അപരാജ സർവസവോ നിയന്ത അനിയമോയമ സസത്വാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയ അനുവാക പ്രിയ പ്രീതിവർദ്ധന വിഹായ സഗതിരോ യുധി സുരേ പുതർമുഖേഭോ വിരോചന സൂര്യ വിരോചന അനന്തോ ബുധഭോക്ത സുഗതോ നൈകയോഗ്യത അനവിണ്ണ സദാ മനുഷ്യ ലോകാധിഷ്ഠാനമദ്ഭുത സദാ സദാദവതം കപിലർപ്പിയ സ്വസ്തി 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 ദക്ഷിണ അരോദര കുണ്ഡലി ചക്രീ വിക്രമ്യോജിത ശാസന ശബ്ദാദിക ശബ്ദ സഹ സർവജീകര
അക്രൂരപേശോ ദക്ഷോ ദക്ഷിണക്ഷമിണാംബര വിദ്വത്തമോ വീതമയ പുണ്യശ്രവണ കീർത്തന ഉത്താരണോ ദുഷ്കൃതിക പുണ്യമധു സ്വപ്നനാശന ധീരകാരക്ഷണ സന്തോ ജീവന പരിവസ്ഥിത അനന്തരൂപോ അനന്തശ്രീ വിജനമയോഭയാഭ ചതുരശ്രോ വിധീരാത്മാ വിദിശോ വ്യാദിശോ ദിശ അനാഥപൂർവോ ലക്ഷ്മീ ശ്രീരോ ജിനാംഗത ജനനോ ജനജന്മാദി ഭീമോ ഭീമപരാക്രമ ആധാരനിലയോ ധാരാ പുഷ്പഹാസ പ്രജാകര ഊർധ്വതരസപരാചാര പ്രാണത പ്രണവ പ്രണ പ്രമാണ പ്രാണനിലയ പ്രാണജീവന തത്വം തത്വവിദേകാത്മാ ജന്മ മൃത്യുജരാധിക ഭൂർഭുവസ്വതരവിചാര സവിതാ പ്രവിതാമഹ യജ്ഞോ യജ്ഞവതിരജ്വ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞവൃത്യജ്ഞവൃത്യജ്ഞി യജ്ഞഭോഗ്യജ്ഞ സാധന യജ്ഞാതവൃത്യജ്ഞഭോഗ്യ അന്നാദേവജ ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന ദേവകീനന്ദന സൃഷ്ടാശിരീശ പാപനാശന ശങ്കരനന്ദകീ ചക്രീ ശാർഗധന്വാഗതാധര യഥാകപാണി രക്ഷോഭ്യ സർവപ്രകരണായുധ ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന ദേവകീനന്ദന സൃഷ്ടാശിരീശ പാപനാശന ശങ്കരനന്ദകീ ചക്രീ ശാർഗധന്വാഗതാധര യഥാകപാണി രക്ഷോഭ്യ സർവപ്രകരണായുധ സർവപ്രകരണായുധ ഓം വനമാലി ഗരീശാഖി ശംഖി ചക്രീ ചനന്ദകി ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിഗച്ഛതു ഓം വനമാലി ഗരീശാഖി ശംഖി ചക്രീ ചനന്ദകി ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിഗച്ഛതു ഓം വനമാലി ഗരീശാഖി ശംഖി ചക്രീ ചനന്ദകി ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിഗച്ഛതു ഇതീദം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മനഃ നാമ്നാം സഹസ്രം ദിവ്യാനാമശേഷേണ പ്രകീർത്തിതം നമോസ്തനന്ദായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുഭാഗവേ സഹസ്രനാമ്നേ പുരുഷായ ശാശ്വതേ സഹസ്രകോടി യുഗധാരിണേ നമഃ ആർത്താവിഷണ്ണാശിതരാശ്ച ഭീതാഘോരേഷു ജവ്യാദിഷു വർത്തമാനാഃ സങ്കീർത്തി നാരായണ ശബ്ദമാത്രം വിമുക്തദുഃഖാ സുഖിനോ ഭവന്തു. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. സജ്ജനങ്ങളെ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസം അഥവാ യജ്ഞത്തിന്റെ പ്രഥമമായിരിക്കുന്ന ഈ ദിവസം ഭഗവാന്റെ ഭഗവതിമാരുടെ അനുഗ്രഹത്തോടു കൂടി ഗർഗഭാഗവത പാരായണം നമുക്ക് സമാരംഭിക്കാം. വളരെ ശ്രേഷ്ഠമായ വിശേഷത എന്ന് പറയുന്നത് സാധാരണ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ നിന്നും അല്പം വ്യത്യസ്തതകൾ ഉണ്ട്. സാധാരണ യജ്ഞത്തില് 3-ാം ദിവസമാണ് ഭഗവാന്റെ തിരുവവതാരമെങ്കിലും ഗർഗഭാഗവതത്തിൽ 1-ാമത്തെ ദിവസം തന്നെയാണ് ഭഗവാന്റെ അവതാരമെന്ന്. ഭഗവാന്റെ മാഹാത്മ്യം എന്താണെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു തുടങ്ങുന്നിടത്ത് നിന്നും ഗർഗഭാഗവതം ആരംഭിക്കും. അങ്ങനെ ഭഗവാന്റെ പ്രാധാന്യം എന്താണ് എന്ന് സൃഷ്ടിയുടെ ദേവനായിരിക്കുന്ന ബ്രഹ്മദേവൻ ഈ ലോകത്തിനോട് പറഞ്ഞ് ഭംഗിയായി നൽകി കഴിയുമ്പോൾ ആ പ്രാധാന്യത്തിന് മാധുര്യം കൂടി തുടങ്ങുകയാണ്. അങ്ങനെ മാധുര്യം കൂടിയ ആ ഗുണം നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാക്കി കൊണ്ടുവരണം. അതിന് ഭഗവാന്റെ മഹാത്മ്യത്തെ കേട്ട് ഗോകുലത്തെ ദർശിച്ചുകൊണ്ട് വസുദേവരുടെയും ദേവകീ ദേവിയുടെയും പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞ് അവരുടെ പൂർവവൃത്താന്തത്തെയും പറഞ്ഞു കഴിഞ്ഞ് ഭഗവാന്റെ തിരുവവതാരവും അതിന് തൊട്ടു മുമ്പായി ബലഭദ്രസ്വാമിയുടെയും രാധാദേവിയുടെയും അവതാരവും ഒക്കെ രാവിലെ പാരായണം ചെയ്യും. അപ്പൊ ഏകദേശം ഒരു 11 മണി 10:30 കൂടിയിട്ടൊക്കെ 10:30-11 മണിയോട് കൂടിയിട്ട് ഭഗവാന്റെ അവതാരം ഭാഗം പാരായണം ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാവരും എവിടെയൊക്കെ പോയാലും ഉണ്ടാകണം. ഭഗവാൻ അവതരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന ആ സമയത്ത് നമ്മളൊരു ഉണ്ണിയൂട്ടുണ്ട്. ആ ഉണ്ണിയൂട്ട് സമയത്ത് ഭഗവാന്റെ സങ്കല്പത്തിൽ തന്നെ ദൈവജ്ഞരാണ് കുട്ടികൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക്
ഭഗവാന്റെ മുമ്പിൽ വെച്ച് മധുരം കൊടുക്കുമെന്നാണ്. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ മറ്റുള്ള കുട്ടികളൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കഴിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ ഭഗവാനും ഒരു കുഞ്ഞായി ഇറങ്ങി വന്ന് അവരോടൊപ്പം വന്നിരുന്ന് കഴിക്കട്ടെ. നമ്മൾ കൊണ്ടുവരുന്ന മധുര പലഹാരങ്ങൾ എന്തായിരുന്നാലും അതെല്ലാം ഭഗവാന് നിവേദിക്കാം. ആ നിവേദ്യങ്ങളെല്ലാം ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ ഇന്ന് അവതരിക്കുന്നത് യജ്ഞശാലയിൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാണ്. അതോടൊപ്പം തന്നെ രാധാദേവിയും ഇന്ന് അവതരിക്കും. ആദ്യം രാധാദേവിയാണ്. കാരണം ഭഗവാനേക്കാൾ മൂത്ത ആളാണ് രാധാദേവി. പ്രാധാന്യം അത്ര കണ്ടുണ്ട്. മുതിർന്ന ആളാകുന്നതും അല്ലെങ്കിൽ മൂത്ത ആളാകുന്നതും ഒക്കെ വലിയ വിശേഷതയാണ്. അതുകൊണ്ടാണ് ആദിശേഷനായിരിക്കുന്ന അനന്തനെ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്ന സമയത്ത് ജ്യേഷ്ഠനായി അവതരിപ്പിച്ചു. കാരണം അതിന്റെ പ്രാധാന്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇനിയും ഭഗവാൻ ഒരു അവതാരം എടുക്കുമ്പോ ഭഗവാന് മുമ്പേ എനിക്ക് അവിടെ പോകണം. അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രീരാമാവതാര സമയത്ത് അങ്ങയുടെ അനുജനായതുകൊണ്ട് എനിക്ക് വേണ്ട വിധത്തിൽ പല കാര്യങ്ങളും തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കാതെ. അപ്പൊ ആ ഒരു കുറവ് പരിഹരിക്കുവാൻ എന്നെ ആദ്യമേ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബലഭദ്രസ്വാമിയായിട്ട് ആദ്യം അനന്തൻ അവതരിക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ രാധാദേവിക്കും ആ ഒരു വിശേഷതയും സവിശേഷതയും ഉണ്ടെന്നാണ്. അപ്പോൾ ആ സവിശേഷത ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിനുശേഷം ബലമുണ്ടാകുവാൻ, ഗുണമുണ്ടാകുവാൻ ബലഭദ്രസ്വാമിയുടെ അവതാരം ഉണ്ടാകണം. അതിനുശേഷമാകണം അവിടേക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടത്. ആ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതിനായിട്ട് ഭഗവാന്റെ അവതാര സമയത്തുമൊപ്പം ഉണ്ണിയൂട്ടിലും കുട്ടികളെല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെയൊക്കെ ആ സമയത്തേക്ക് ദൂരെ പോയാലും വിളിച്ചു കൊണ്ടുവന്നിരുത്തണമെന്നാണ്. എല്ലാ കുട്ടികളും, ഈ നാട്ടിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും അതിലുണ്ടാകണം. ഇതൊക്കെ ഒരു നിയോഗമാണ് ജീവിതം. നമ്മുടെ കുട്ടിക്കാലത്തിൽ പക്ഷെ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അന്നെന്താ ഉണ്ണിയൂട്ടില്ലേ എന്ന് ചോദിച്ചാൽ അന്നുകൊണ്ട് ഉണ്ണിയൂട്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇന്നൊക്കെ കുറെ കൂടെ യജ്ഞങ്ങളും കർമ്മങ്ങളും എല്ലാം കുറെ കൂടി ജനകീയമായി എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഇനിയും വരുന്ന ഒരു തലമുറയ്ക്ക് അത് അന്യമായി പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ ദൈവീകമായിരിക്കുന്ന സങ്കല്പങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അറിയിച്ചു കൊടുത്ത് വളർത്തണം. അങ്ങനെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നത്. ഇനിയും ഒരു തലമുറയോട് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരിതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് കൃത്യമായിരിക്കുന്ന വിദ്യയെ അഭ്യസിപ്പിച്ചു കൊടുക്കണം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ക്ഷേത്രങ്ങളാകുന്ന ശരണോപാസന കേന്ദ്രങ്ങളിൽ നടക്കുന്ന കർമ്മങ്ങളുടെ ഭാഗമായി മാറുവാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭക്തജനങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ഗർഗഭാഗവത യജ്ഞത്തിന്റെ പ്രഥമ ദിവസത്തെ പാരായണം സമാരംഭിക്കുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. Om Gum Guru Bhyo
या देवी सर्वभूतेषु ज्ञानरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 ओम स्कंदाय श्री धर्मशास्त्री ब्रह्मचार्याय गणपति जय जय 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 उलगिरुनाथ गणेश्वर जय जय गणपति 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 जय जय उलगिरुनाथ
അതല്ല മാഷ് ഓടോ ഓം സപ്തർഷിഭ്യോ നമഃ സനകാദർഷിഭ്യോ നമഃ ഓം പരമാചാര്യായ തേ നമഃ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഭൂലോകഖണ്ഡാധ്യായം 1 ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ശരതി ച പങ്കജ ശ്രീമതീ പരിദേശകം വിളിന്ദ മുനിസേവിനം കുലിശം ജജിദ്ധാവൃതം പുലക്കനകനോപുരം ദരിതഭക്തതാപത്രയം ജലദ്വരിവനദ്വയം ഹൃദയധാവിജ്ഞാതാപദേ വദനകമലനിരദ്യസ്യ വിയോഷമാദ്യം വിവദ്യജനവരോയം പാതുസോയം ഗിരമ്മേ വേദനിവരവിഹാര സത്യവത്യാ കുമാര പ്രണത ദുരിതകാല ശാർഗതദ്വാവതാരകഥാ ചിന്തൈ നൈമിഷാരണ്യേ ശ്രീഗർഗോ ജ്ഞാനിനാംബര ആര്യൗശോനകം ദ്രഷ്ടും തേജസ്വി യോഗഭാസ്കരകഥം ദൃഷ്ട്വാ സഹസോത്തായ ശൗനഗോപരിവീക്ഷക പൂജയാമാസ വാതിർ ഉപചാരേർവിധാതഃ സദാ പര്യടനം ധന്യം ഗൃഹീണാം ശാന്തിയെ സ്മൃതം ഋണാന്തസ്തദോസ്തമോഹാരി സാരിദേവനാഥദേവ നമസ്കരഃ തസ്മാൻ മേ ഹൃദയ സമ്പൂർണം സന്ദേഹം നാശി പ്രഭോ ഹരിതാ ശ്രീഹരിഹേ വിഷ്ണോരവതാരോ ഭവത്കരം സാധു കൃഷ്ണം ത്വയാ ബ്രഹ്മൻ ഭഗവത് ഗുണവർണ്ണനം ശൃണ്വതാം കരുതാം യദ്വേ പൃച്ഛതാം ഇതനോദിശം അത്രൈബോധാകരന്തി മാം ഇതിഹാസം പുരാതനം യസ്യ സ്മരണമാത്രേണ മഹാദോഷം പ്രശമ്യതേ. മിഥിലാനഗരെ പൂർവം ബഹുലാശഃ പ്രധാഭവാൻ ശ്രീകൃഷ്ണഭക്ത ശാന്താത്മാൻ ബഭൂവ നിരഹം കൃതേ അംബരാനാഗതം ദുഷ്ടാനാരദം മുനിസത്തമം സംഭോജ്യ ശാസനേ സാഗരാഞ്ജലിർഭാഷത. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഗർഗാചാര്യ പ്രണതം ശ്രീകൃഷ്ണചന്ദ്രകഥാനകം ശ്രീഹൃദോസ്തി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. കൃഷ്ണീനാൻ കൃഷ്ണദേവാനാം ആചാര്യായ മഹാത്മനേ ശ്രീമദ് ഗർഗകവീശായ തസ്മൈ നിത്യം നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ ഓം ശ്രീ ജനകവായ യോ